ഞാൻ വന്നിരുന്നിട്ട് എന്താ മൈൻഡ് ചെയ്യാത്തെ? മൈൻഡ് ചെയ്യണില്ലേ? ആര്? ഞാനാ? പിന്നെ ഞാനാ? ഞാൻ അടുക്കളയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവല്ലായിരുന്നോ? അതിൻ്റെ ഇടയിൽ ഇറങ്ങി പോയതെന്നില്ല. എന്ത് പ്രധാനപ്പെട്ട കാര്യം? ഞാൻ സിദ്ധു വരുന്ന കാര്യം പറഞ്ഞായിരുന്നു. അത് ഞാൻ കേട്ടൂലോ. എന്നിട്ടൊന്നും മിണ്ടാഞ്ഞേ? ഇതിലിപ്പോ ഞാൻ എന്ത് മിണ്ടാനാ? അളിയൻ വരണൂന്ന് പറഞ്ഞു, അളിയൻ വരട്ടെ. പിന്നെ ഇത് ചേച്ചിയുടെ കൂടെ വീടാണല്ലോ. അളിയൻ എവിടെ കാണോ അവിടെ ചേച്ചി ഉണ്ടാവും. അതുപോലെ തന്നെ ചേച്ചി എവിടെ ഉണ്ടോ അവിടെ അളിയനും ഉണ്ടാവണമല്ലോ. സിദ്ധു നിന്നെ എങ്ങാനും വിളിച്ചായിരുന്നോ? എന്നെ ഒന്നും വിളിച്ചില്ല. നീ വിളിച്ചില്ലേ? അതാര് പോയാലും അന്വേഷിക്കത്തില്ലല്ലോ. അങ്ങനെയാണല്ലോ. நம்ம சித்து வருதுன்னா ரொம்ப சந்தோஷம் உள்ள விஷயம்தான். நான் எப்பவுமே யோசிப்பேன், என்ன அவன் வராம இருக்கான்னு. மத்தியானத்துக்கு முன்னாடி வருதுன்னா நம்ம லஞ்சுக்கு ஏதாவது ஸ்பெஷல் செய்யணும்ல. என்ன ஸ்பெஷல் செய்யலாம்? நான் சொன்னேன், அவ்வளவுதான். அதுக்கு இப்படி யாரும் என்ன முறைச்சு பார்க்காதீங்க. ആരും മുറച്ചു പാത്തത്? സത്യം പറഞ്ഞ സിദ്ധു എന്താ ഇങ്ങോട്ട് വരാത്തെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അവനായിട്ട് പറയട്ടെ എന്ന് വിചാരിച്ചു. ചേച്ചി എന്നാ പിന്നെ ചേച്ചിയുടെ കൂടെ വന്നൂടായിരുന്നോ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ കനകാൻറ്റി, എൻ്റെ ഒരു ഫ്രണ്ടേ മറ്റന്നാ വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ. ആന്റിയുടെ കുക്കിങ്ങിനെ പറ്റി പറഞ്ഞു കേട്ട് ഭ്രാന്ത് പിടിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുക്കണേ. அதுக்கு என்ன சிவா, நம்ம ஸ்பெஷலா சமைக்கலாம். என்ன வேணும் நீ சொன்னா போதும். ഞാൻ ഇവിടെ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണോ എന്റെ കൂട്ടുകാരും ചെന്നൈയും? ചേച്ചി പറഞ്ഞ കാര്യം ഞാൻ കേട്ടല്ലോ. ഇനി എന്ത് വേണം? ഇത് തന്നെ കേട്ടോണ്ടിരിക്കണോ ഇവിടെ? ഇവിടെ പറഞ്ഞാലും വീണ്ടും ചർച്ച ചെയ്യാറില്ല. അപ്പോ ചേച്ചിക്ക് എന്തോ ചേച്ചി? എന്താ ഇവിടെ പ്രശ്നം? ഇനിയിപ്പോ ചേച്ചി അനിയത്തിയും കൂടെ വഴക്കായോ? ഞാൻ ഒരു വഴക്കിന് നിൽക്കുന്നില്ല. ചേച്ചി ഒരു കാര്യം പറഞ്ഞു, അത് നമ്മളെല്ലാവരും കേൾക്കുകയും ചെയ്തു. ആ കാര്യം മാത്രമേ വീട്ടിൽ പറയാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? ഡേയ്, ഇതെന്തോന്നത്? കഴിഞ്ഞില്ലേ പറയാനുള്ള കാര്യമൊക്കെ? ചേച്ചി വീട് പോട്ട്. ഇപ്പൊ എന്തായാലും വരാനുള്ള ആൾ ഇങ്ങോട്ട് തന്നെയല്ലേ പറഞ്ഞത്. പിന്നെ പ്രശ്നം എന്തിനാണ്? നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നേ? അമ്മൂമ്മയ്ക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാ? ഓ, എല്ലാരോടുള്ള വഴക്ക് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എന്നോടായോ? പോട്ട് വിട്. ചേച്ചി കേശോട്ടാ, ശിവാൻ ചേച്ചി, സിദ്ധോനെ വന്നേ.